അൾത്താര തന്നിൽ തിരി തെളിഞ്ഞു, മനതാരിലെൻ്റെ ഇരുളകന്നു. ഓർമ്മയ്ക്കായി ചെയ്യണമെന്നോദിയ നാഥൻ്റെ ബലിയർപ്പണത്തിൻ്റെ സമയമായി, ബലിയർപ്പണത്തിൻ്റെ സമയമായി. അൾത്താര തന്നിൽ തിരി തെളിഞ്ഞു, മനതാരിലെൻ്റെ ഇരുളകന്നു. ഓർമ്മയ്ക്കായി ചെയ്യണമെന്നോദിയ നാഥൻ്റെ ബലിയർപ്പണത്തിൻ്റെ സമയമായി, ബലിയർപ്പണത്തിൻ്റെ സമയമായി. ഒന്നായണി ചേരാം, ഒരുമയോടർപ്പിക്കാം, അനുരഞ്ജിതരായി നാഥനു ബലിയിടാം. ഒന്നായണി ചേരാം, ഒരുമയോടർപ്പിക്കാം, അനുരഞ്ജിതരായി നാഥനു ബലിയിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. യേശുവിലേറ്റവും പ്രിയപ്പെട്ടവരെ, ക്രിസ്തു തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് സഹായകനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവാണ് ക്രിസ്തു അവർക്കായി നൽകിയ സഹായകൻ. ഓരോ ക്രിസ്തു ശിഷ്യനും ഈ സഹായകൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവനാണ്, ജീവിക്കേണ്ടവനാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവും ചൈതന്യവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നമുക്ക് സഹായമായി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലിയർപ്പിക്കാം. പ്രിയ സഹോദരരെ, ബലിയോഗ്യതയോടെ കൊണ്ടാടുവാൻ വന്നുപോയ എല്ലാ വീഴ്ചകളും അനുതാപത്തോടെ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ, ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ
മഹിമൈക്കിതാ നന്ദി ചൊല്ലും നീവർ താഴ്മയാ ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നീർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ തൃത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഉദ്ധിതനായ കർത്താവിൻ്റെ മഹിമയ്ക്കായി ഞങ്ങൾ അനുഷ്ഠിക്കുന്ന സന്തോഷത്തിൻ്റെ ഈ ദിനങ്ങൾ ഭക്തിതീക്ഷ്ണതയോടെ ആഘോഷിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അതിൻ്റെ സ്മരണയാൽ ഞങ്ങൾ ആചരിക്കുന്നത് പ്രവൃത്തിയിലും എപ്പോഴും നിലനിർത്തുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ കേട്ടിരുളയണമേ. ആമേൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പീലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെപ്പറ്റി പ്രഘോഷിച്ചു. പീലിപ്പോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏകമനസ്സോടെ ശ്രദ്ധിച്ചു. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. സമരിയക്കാർ ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പസ്തോലന്മാർ
പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വച്ചു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു. അവർ അങ്ങയെ പാടി പുകഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തിന് സ്തോത്രം ആലപിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വന്ന് കാണുവിൻ. മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ്. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. അവർ അതിലൂടെ നടന്നു നീങ്ങി. അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു. അവിടുന്ന് തൻ്റെ ശക്തിയിൽ എന്നേക്കും വാഴും. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ദൈവഭക്തരെ വന്നു കേൾക്കുവിൻ. അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല. അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. പ്രിയ സഹോദരരെ, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന എല്ലാവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടി ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ചു പറയുന്നവർ അങ്ങനെ ലജ്ജിതരായിത്തീരും. നന്മ പ്രവർത്തിച്ച് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാൻ്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. 14-ാം അധ്യായം 15 മുതൽ 21 വരെ തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും.
ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല. എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാൻ അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അകാലത്തിൽ അമ്മ വേർപെട്ടു പോയ ഒരു കുഞ്ഞുമകൾ അമ്മയുടെ ഓർമ്മ നിലനിർത്തുന്ന ഭവനത്തിലെ ഏതാനും ചില വസ്തുക്കളോട് കൂടുതലായി ചേർന്ന് നിൽക്കുന്നുണ്ട്. സ്വീകരണമുറിയിൽ അമ്മ ഉപയോഗിച്ചിരുന്ന കസേര, അതുപോലെ തന്നെ അമ്മ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, അമ്മ കിടന്നിരുന്ന കിടക്ക, ഇതിലൊക്കെയും അവൾ സ്പർശിച്ചും തലോടിയും അമ്മയുടെ മണം ശ്വസിച്ചും അവൾ ഇപ്രകാരം പറയുന്നുണ്ട്: അമ്മ ഇവിടെ തന്നെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില വേർപാടുകൾ, ആത്മാവിനെ തൊട്ട് സ്നേഹിക്കുന്ന ചിലരുടെ അഭാവം ഏതൊരു മനുഷ്യനെയും വലിയ ഒരു അന്ധകാരത്തിലേക്കാണ് തള്ളിയിടുന്നത്. ഈ ലോകത്തിലെ ഏതൊരു വർണ്ണ വെളിച്ചത്തിനും ആ അന്ധകാരം നീക്കിക്കളയാൻ സാധ്യമാകുന്നില്ല. ജീവിച്ച പലരുടെയും ജീവിതങ്ങളിൽ ഇപ്രകാരമുള്ള ചില അന്ധകാരത്തിൻ്റെ നിമിഷങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത് പല ഇടങ്ങളിൽ നിന്നുമായിട്ടാണ്. ചിലരെ കടൽ തീരങ്ങളിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ചുങ്കസ്ഥലത്ത് നിന്ന് വിളിച്ചവരുണ്ട്, വഴിയോരങ്ങളിലെ യാത്രക്കിടയിലും തൻ്റെ സ്നേഹസമൂഹത്തിലേക്ക് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ചേർത്തിട്ടുണ്ട്. ഇപ്രകാരം ചേർത്തവരെയൊക്കെ അവൻ നെഞ്ചോട് ചേർത്താണ് കൂടെ കൊണ്ടു നടന്നിരുന്നത്. ഊണിലും ഉറക്കത്തിലും അവർ ഒരുമിച്ചായിരുന്നു. തൻ്റെ സ്നേഹവും സാന്നിധ്യവും ശിഷ്യന്മാരെ ഒരുപാട് ബലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ക്രിസ്തുവിന് അറിയാമായിരുന്നു. അപ്രകാരമുള്ള തൻ്റെ സാന്നിധ്യം, ധൈര്യപ്പെടുത്തുന്ന തൻ്റെ സ്നേഹം ഒരുപക്ഷെ അവരിൽ നിന്നും മാറി നിൽക്കുമ്പോൾ, ക്രിസ്തു മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ അത് അവരെ നഷ്ടധൈര്യരാക്കുമെന്ന് ക്രിസ്തുനാഥൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. അവിടെയാണ് ക്രിസ്തു ആ അന്ധകാരത്തെ നീക്കിക്കളയുന്ന വലിയ ഒരു വെളിച്ചത്തെക്കുറിച്ച് പറയുന്നത്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. ഒരു സഹയാത്രികനായിട്ടാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് സഹയാത്രികനായ ആത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നത്. ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിൻ്റെ ശാരീരികമായ അഭാവത്തിൽ ആത്മാവിൻ്റെ ദാനങ്ങളോടുകൂടെ ശക്തിപ്പെടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലും ഇപ്രകാരം ചില സ്നേഹത്തിൻ്റെ ശാരീരികമായ അഭാവത്തിലൂടെ, അതുമല്ലെങ്കിൽ ചില ഇരുണ്ട വഴികളിലൂടെ നാം കടന്നു പോകേണ്ടതുണ്ട്. അപ്പോഴൊക്കെയും നമ്മുടെ ദൃഷ്ടി ഉയരേണ്ടത് ആത്മാവാകുന്ന വെളിച്ചത്തിലേക്കാണ്. നാം കൂദാശകളിലൂടെ സ്വീകരിച്ച ആത്മാവ് തീർച്ചയായും നമ്മെ ശക്തിപ്പെടുത്തുമെന്നാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മോട് പറയുന്നത്. ഈ ആത്മാവിൻ്റെ അനുഭവമുണ്ടാകണമെങ്കിൽ ക്രിസ്തു ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഓരോ ക്രിസ്തു ശിഷ്യനും ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കേണ്ടതുണ്ട്, അവൻ്റെ കൽപ്പനകൾ പാലിക്കേണ്ടതുണ്ട്. സ്നേഹത്തിൻ്റെ കൽപ്പനയുമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ക്രിസ്തു നമ്മോട് സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കാൻ ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായും നമ്മുടെയും ജീവിതങ്ങളിൽ ഈ സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ആത്മശോധന നടത്തണം. ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ, എൻ്റെ കുടുംബങ്ങളിൽ സ്നേഹത്തിൽ എന്തുമാത്രം ആത്മാർത്ഥതയാണ് ഞാൻ പുലർത്തുന്നത്? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ തക്ക വിധമുള്ള ക്രിസ്തു കൽപ്പന ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ? നിരുപാധികം സ്നേഹിക്കുവാനും
നിരുപാധികം വിട്ടുകൊടുക്കുവാനും സമർപ്പിക്കുവാനും നമുക്ക് സാധ്യമാകുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്ന ആത്മാവിനെക്കുറിച്ചുള്ള ഈ വലിയ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു ഇരുണ്ട വഴികളിലും നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആത്മാവ് കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസം നമ്മെ വഴി നടത്തട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് നല്ല സ്നേഹത്തിൻ്റെ ഒരു വെളിച്ചമായും മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി കൂടി നമ്മെ പ്രാപ്തരാക്കണമേ എന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഈ ബലിമധ്യേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നു ചേർന്ന് വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയുന്ന ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവുമായ അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. നല്ല ഇടയൻ ഭരമേൽപ്പിച്ച അജഗണത്തെ നമ്മുടെ ആത്മാക്കളുടെ അജപാലകർ കരുതലോടെ നയിക്കുന്നതിന് പ്രാപ്തരാകാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുനാഥൻ പ്രദാനം ചെയ്ത സമാധാനം ലോകം മുഴുവനും പരിപൂർണമായി അനുഭവിക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്ലേശിതരായ നമ്മുടെ സഹോദരർ സ്വന്തം വേദനകൾ ആർക്കും തങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത സന്തോഷമാക്കി തീർക്കുന്നതിനു വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സമൂഹം അതിരറ്റ വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനു വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. ദൈവമേ, കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങറിയുന്നുവല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടരുളയണമേ. ആമേൻ. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. അർപ്പിക്കുന്നു,
സമർപ്പിക്കുന്നു. സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. ഉള്ളവും ഉള്ളതും പങ്കുവച്ച സർവം സമർപ്പണം ചെയ്തിടുന്നു. ഉള്ളവും ഉള്ളതും പങ്കുവച്ച സർവം സമർപ്പണം ചെയ്തിടുന്നു. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തിരുനാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും ഓർത്ത തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ബലിവസ്തുക്കളുടെ സമർപ്പണത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. അങ്ങനെ അങ്ങേ മഹാമനസ്കതയാൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ മഹാകാരുണ്യത്തിൻ്റെ രഹസ്യങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങ് ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ ശരീരത്തിൻ്റെ അർപ്പണം വഴി പുരാതന ബലികൾ കുരിശിൻ്റെ രഹസ്യത്തിൽ പൂർത്തീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്കായി തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരേ സമയം പുരോഹിതനും അൾത്താരയും കുഞ്ഞാടുമാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂലോകത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നുചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ഉപദേശങ്ങളാൽ ഉപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും
വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ എത്രയോ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോയെ, അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരും നിദാന. ഈശോയെ, അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരും നിദാന. യോഗ്യത എന്നിലില്ല, ശ്രേഷ്ഠമായൊന്നുമില്ല, എന്നാലും എന്നുള്ളിൽ നീ വരണേ. ഈശോ, എന്നിൽ എഴുന്നള്ളണേ. ഈശോയെ, അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരും നിദാന. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്താൽ അങ്ങ് ഞങ്ങളെ നിത്യജീവനിലേക്ക് പുനരാനയിക്കുന്നുവല്ലോ. പെസഹാ രഹസ്യത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങളിൽ വർദ്ധമാനമാക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷാകരമായ ഭോജ്യത്തിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധമ്മയുടെ വണക്കമാസ പ്രാർത്ഥന. മൂസയുടെ നിയമങ്ങൾക്ക് വിധേയമായി ഞങ്ങൾക്ക് നിയമാനുഷ്ഠാനത്തിന് മാതൃക നൽകിയ പരിശുദ്ധ കന്യകയെ ദൈവിക നിയമങ്ങളും സഭയുടെ നിയമങ്ങളും അന്യോന്യം പാലിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങേ ദിവ്യകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് ലോകരക്ഷയ്ക്കായി അങ്ങേ പുത്രനെ സമർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത പ്രകടമാക്കി ദിവ്യമാതാവെ,
ഞങ്ങൾ അങ്ങേ ദിവ്യസുതനെയും അങ്ങയെയും സ്നേഹിച്ചുകൊണ്ട് വിശ്വസ്തതാപൂർവം ജീവിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരയണമേ. ഞങ്ങൾ മഹാമനസ്കതയും സ്നേഹവുമുള്ളവരായി തീരുന്നതിന് അങ്ങേ മാതൃക പ്രചോദനമരുളട്ടെ. സുഹൃതജപം. മറിയമേ സ്വസ്തി, മറിയമേ സ്വസ്തി, നാഥേ സ്വസ്തി, നാഥേ സ്വസ്തി, സമുദ്രതാരമേ സ്വസ്തി, സമുദ്രതാരമേ സ്വസ്തി. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. മാലാഖനിരതൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും. മാലാഖനിരതൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും. നൈരാശ്യവനിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും. നൈരാശ്യവനിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ.